വ്യാജ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിക്കുന്നുവെന്ന് പരാതി. കണ്ണൂർ തളിപ്പറമ്പിൽ CPIM-ന് കീഴിലുള്ള സഹകരണ സ്ഥാപനത്തിൽ പോലീസിന്റെ റെയ്ഡ്. ചെത്തുതൊഴിലാളികളുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനമായ ടാപ്കോസിലാണ് പരിശോധന. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, എന്താണ് പരാതിക്ക് ആധാരം? അത്തരത്തിൽ എന്തെങ്കിലും തെളിവുകളോ അല്ലെങ്കിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകളോ ശ്രദ്ധയിൽപ്പെടുകയോ പിടികൂടുകയോ ചെയ്തിട്ടുണ്ടോ? ഈ ഗൂഗിൾ ഇന്ന് വൈകിട്ടാണ് ഈ പരിശോധന നടന്നത്. തളിപ്പറമ്പിലെ 7-ാം മൈലിൽ സ്ഥിതി ചെയ്യുന്ന ടാപ്കോസ് എന്ന സ്ഥാപനത്തിലാണ് ഈ പരിശോധന നടത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന. ഇത് ചെത്തുതൊഴിലാളികളുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. CPM-മായി ബന്ധമുള്ള സൊസൈറ്റി കൂടിയാണ് ഇത്. ഇവിടെയാണ് ഈ CPM സ്ഥാനാർത്ഥികൾക്കുള്ള ബാനറുകളും പോസ്റ്ററുകളും മറ്റും പ്രിന്റ് ചെയ്യുന്നത്. ഇവിടെ വ്യാജ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിക്കുന്നു എന്ന UDF-ന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇന്ന് പരിശോധന നടന്നത്. എന്നാൽ ഈ 4 മണിക്കൂർ പരിശോധന നടത്തിയിട്ടും ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും കിട്ടിയില്ല എന്ന് അവിടുത്തെ സ്ഥാപന ആളുകൾക്ക് എഴുതി നൽകിയതിനു ശേഷമാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. അവിടുത്തെ കമ്പ്യൂട്ടറുകളും അവിടുത്തെ ജീവനക്കാരുടെ മൊബൈൽ ഫോണുകളും പരിശോധിച്ചിരുന്നു. അവിടെ വ്യാജരേഖകൾ നിർമ്മിക്കുന്നു എന്നായിരുന്നു പരാതി. എന്നാൽ ഒന്നും തന്നെ കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇത് വ്യാജ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിക്കുന്നുവെന്ന് ഉണ്ടാക്കിയെടുക്കുന്നുവെന്ന പരാതി തുടർന്നാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഒന്നും തന്നെ ലഭിച്ചില്ല. അല്ലെങ്കിൽ സംശയകരമായോ അല്ലെങ്കിൽ പരിശോധനയ്ക്ക് ആധാരമായ തരത്തിലോ എന്തെങ്കിലും രേഖകൾ അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്നതാണ് അപ്ഡേറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.